ഏതായാലും ഈ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ആംബുലൻസിന് വേണ്ടിയോ മറ്റോ പ്രവർത്തകർ വെയിറ്റ് ചെയ്യുകയാണ്. മറുഭാഗത്ത് ഇപ്പോഴും നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഒരു ഭാഗത്ത് പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുകയാണ്. ആ പ്രവർത്തകർ അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, സർക്കാർ വന്ന ദിവസങ്ങൾ മാത്രമേ പിന്നിട്ടുള്ളൂ. പക്ഷെ അപ്പോഴത്തേക്കും തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ സമരഭരിതമാവുകയാണ്. ഇന്നലെ രാത്രി ആഹ്ലാദ പ്രകടനത്തിൽ SFIയുടെ സർവകലാശാല യൂണിയൻ വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനത്തിലെയാണ് വലിയ സംഘർഷമുണ്ടായത്. KSU പ്രവർത്തകർ തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് SFI പറയുന്നു. പക്ഷേ പോലീസിന്റെ FIRൽ പറയുന്നത് ഇപ്പോൾ ആ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. പോലീസിന്റെ FIR SFI പ്രവർത്തകർ മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കി അതിന്റെ ഭാഗമായി സംഘർഷമുണ്ടായി എന്നുള്ളതാണ് ഇന്നലെ പോലീസിന്റെ FIRൽ വ്യക്തമാകുന്നത്. ഏതായാലും എന്ത് തന്നെയായാലും തിരുവനന്തപുരത്തിന്റെ നഗര വീതികളിൽ വീണ്ടും SFIയുടെ അതിശക്തമായ പ്രതിഷേധത്തിന് സമരവീതികൾ മാറുന്നു എന്നുള്ളതാണ്. സർക്കാർ സാധാരണഗതിയിലൊരു മധുവിധു പീരീഡുണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടാകാതെ തന്നെ ഇപ്പോൾ ശക്തമായ സമരരംഗത്തേക്ക് വിദ്യാർത്ഥി സംഘടനകളടക്കം ഇറങ്ങുകയാണ്. എറണാകുളത്ത് CPIയുടെ പ്രതിഷേധം കാണുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ SFIയും സമരരംഗത്ത് ഇറങ്ങുകയാണ്. പോലീസിന്റെ നരനായാട്ട് എന്നാണ് പ്രവർത്തകരുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇന്നലെ പോലീസും അതുപോലെ KSU പ്രവർത്തകരും ചേർന്ന് തങ്ങളെ മർദ്ദിച്ചു. KSUവിന്റെ ആക്രമണത്തിനെ പോലീസ് കൂട്ടുനിന്നു എന്ന വിമർശനമാണ് SFIക്കുള്ളത്. ഇപ്പോൾ തന്നെ ഇത്തരത്തിൽ പോലീസ് നിലപാടെടുത്താൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ഭരണമാകും പോലീസ് വകുപ്പിനെന്ന ആരോപണവും SFI ഉന്നയിക്കുന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റും അടക്കമുള്ള നേതാക്കൾ ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. പരിക്കേറ്റ ഇന്നലത്തെ ആക്രമണത്തിൽ, ഇന്നലത്തെ സംഘർഷത്തിൽ പരിക്കേറ്റ പ്രവർത്തകരുമൊക്കെ ഇതിനൊപ്പം ഉണ്ട്. ഏതായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ കുറച്ച് ശാന്തമാണ്. കാര്യമായ സംഘർഷമില്ല. പക്ഷേ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമര ഗേറ്റിന് മുന്നിൽ നമ്മൾ നേരത്തെ വാർത്തകൾ കണ്ട സമര ഗേറ്റ് തുറന്നു എന്ന വാർത്തകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ആ സമര ഗേറ്റ് പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. കാരണം ഇത്തരം സമരങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ഈ ഗേറ്റ് തുറന്നിടാൻ കഴിയില്ല. ഏതായാലും അടഞ്ഞ സമര ഗേറ്റിന് മുന്നിൽ പ്രവർത്തകർ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. SFIയുടെ ജില്ലാ നേതാക്കൾ ഇപ്പോൾ ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന മുന്നറിയിപ്പാണ് പ്രവർത്തകർ ഇപ്പോൾ നൽകുന്നത്. എന്തായാലും SFI സമരം കൂടുതൽ ശക്തമാക്കുന്നു. കഴിഞ്ഞ 10 വർഷം സർക്കാരിനെതിരെ സമരം ചെയ്യാനുള്ള അവസരമില്ലായിരുന്നു. ആകെ ഗവർണർക്കെതിരെ മാത്രമുള്ള ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലായിരുന്നു SFI നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ തലസ്ഥാന നഗരം അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു സമര രംഗം വീണ്ടും തലസ്ഥാന നഗരത്തിൽ സജീവമാകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും SFI പഴയ ആ ഒരു പ്രതാപത്തിലേക്ക് ഒരുപക്ഷെ SFIക്ക് തിരിച്ചു വരാനുള്ളൊരു സാഹചര്യം പോലും ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഇന്നലത്തെ ആ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയല്ലേ ഇങ്ങനെയൊരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്? ഇത് എന്തായിരുന്നു അതിന്റെ പ്രകോപന കാരണം? എന്തായിരുന്നു അരുൺ? താഴെ ഇറക്കുക എന്നുള്ളതിന്റെ ആവശ്യം ഇന്നത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായ ചെന്നിത്തലക്കാണ്. അതുകൊണ്ട് VD സതീശന്റെ സമര ഗേറ്റ് രമേശ് ചെന്നിത്തല പൂട്ടിച്ചു എന്നങ്ങ് എഴുതി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ആദ്യം തന്നെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടുത്തെ ആസ്ഥാനത്ത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഉജ്ജ്വലമായ വിജയം ഞങ്ങൾ നേടിയെടുത്തു. ആ നേടിയെടുത്ത വിജയം ഈ സമൂഹവുമായി പങ്കുവെക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പ്രകടനം നടത്തി. ആ പ്രകടനത്തിലേക്ക് പാളയം ജുമാ മസ്ജിദിന്റെ മുന്നിൽ നിന്ന് പോലീസിന്റെ ഒത്താശയോടുകൂടി ഇവിടെ പുറകിലിരിക്കുന്ന DYSP ഏമാനോടും ഇവിടത്തെ ഡെപ്യൂട്ടി കമ്മീഷണറും ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നിൽ നിൽക്കെ കല്ലേറുകളുടെ ഒരു സരമാരി തന്നെ ഞങ്ങളുടെ ദേഹത്തേക്ക് പെയ്തിറങ്ങിയപ്പോൾ ഞങ്ങൾ പ്രതിരോധിച്ചു. ആ പ്രതിരോധിച്ച ഞങ്ങളുടെ പ്രവർത്തകർക്ക് കിട്ടിയ സമ്മാനമാണ് ഇതാ എന്റെ പുറകിലിരിക്കുന്ന SFIയുടെ കേരള സംസ്ഥാന പ്രസിഡന്റിന്റെയും ബാലസംഘം സംസ്ഥാന സെക്രട്ടറിയുടെയും കൈതല്ലിയൊടിക്കുന്ന ഏറ്റവും വലിയ കിരാത കോൺഗ്രസ് ഗുണ്ടാ സംഘമായി ഇവർ മാറിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. ആർക്കു വേണ്ടിയാണ്? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഞങ്ങൾ ആരെയാണ് മർദ്ദിച്ചത്? ഞങ്ങൾ ഏത് പൊതുമുതലാണ് നശിപ്പിച്ചത്? ഉത്തരം പറയാൻ ഈ കേരളത്തിലെ പോലീസിന് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തോ? എന്തിനായിരുന്നു ഞങ്ങൾക്കെതിരെ നരനായാട്ട്? ഞങ്ങളിൽപ്പെട്ട 15 പേരെ നിങ്ങൾ തല്ലിയോടിച്ചോ? കൈയടിച്ചോടിച്ചു? കാലടിച്ചോടിച്ചോ?
ഞങ്ങളുടെ മുതുകത്ത് നിങ്ങൾക്ക് പറ്റാവുന്ന വിധത്തിൽ പ്രഹരശേഷിയോടുകൂടി നിങ്ങൾ ഞങ്ങളുടെ മുഖത്തും പുറത്തുമൊക്കെയും അടിച്ചു പൊളിച്ചു. അവിടെയും അവസാനിച്ചില്ല നിങ്ങളുടെ ദേഷ്യം. കോൺഗ്രസിന്റെ ഒത്താശയുടെ തുടർച്ചയിൽ നിങ്ങൾ 5 റൗണ്ട് ഗ്രനേഡാണ് ഞങ്ങൾക്കെതിരെ പ്രയോഗിച്ചത്. പെൺകുട്ടികൾ, എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടായ ഘട്ടത്തിലേക്ക് 5 ഗ്രനേഡ്. 2016 തൊട്ട് 26 വരെ എത്ര ഗ്രനേഡ് പൊട്ടിച്ചിട്ടുണ്ട് കേരളത്തിലെ പോലീസ് വിദ്യാർത്ഥി സമരത്തിനെതിരെ? ഉത്തരവുണ്ടോ? ഞങ്ങൾക്കെതിരെ എന്തിനാണ് നിങ്ങൾ ഉപയോഗിച്ചത്? ഞങ്ങളെ എന്തിനാണ് ഇവിടെ ജലപീരങ്കിയുടെ ഹിറ്റ് ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കണം. 25 മീറ്ററിന്റെ ഇപ്പുറത്ത് വെച്ച് മുഴുവൻ ഫുൾ ഫ്ലഡ്ജ് ഫോഴ്സിൽ വിദ്യാർത്ഥികളുടെ നടുകത്തേക്കും പുറത്തേക്കും മുഖത്തേക്കും അടിച്ച്. എന്തായാലും ഇന്നലത്തെ SFI KSU സംഘർഷത്തിന് പിന്നാലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് തിരുവനന്തപുരത്ത് SFI സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്. ഇവിടെ ഇന്നലെ പോലീസ് തെരഞ്ഞുപിടിച്ച് ചില SFI പ്രവർത്തകരെ മർദ്ദിച്ചു എന്നാണ് പ്രധാനമായ ഒരു ആരോപണം ഉന്നയിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.